പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മധുരതരത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം തരം കേരള പാഠാവലിയിലെ 5ാം യൂണിറ്റിലെ അവസാന പാഠമായ ജോസഫ് എന്ന കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മലയാളത്തിലെ പ്രശസ്ത കഥാകാരനായ ശ്രീ SV വേണുഗോപൻ നായരാണ് ഈ കഥ രചിച്ചത്. 1945 ഏപ്രിൽ 18 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ഇദ്ദേഹം ജനിച്ചത്. മലയാള സാഹിത്യത്തിൽ MA, MPhil, PhD ബിരുദങ്ങൾ നേടിയ ഇദ്ദേഹം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിവിധ കോളേജുകളിൽ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്നു. ഒറ്റപ്പാലം, രേഖയില്ലാത്ത ഒരാൾ, ആദിശേഷൻ, ഭൂമിപുത്രന്റെ വഴി, ഗർഭശ്രീമാൻ, മൃതിതാളം തുടങ്ങിയവയാണ് പ്രധാന കഥാസമാഹാരങ്ങൾ. കൂടാതെ ഹങ് ലൗ മെങ് എന്ന പ്രശസ്തമായ ചൈനീസ് ഗ്രന്ഥം അകത്തളത്തിന്റെ കിനാവ് എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുമുണ്ട്. ഇടശ്ശേരി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. 2002 ആഗസ്റ്റ് 23 ഇദ്ദേഹം അന്തരിച്ചത്. ശ്രീ SV വേണുഗോപൻ നായരുടെ സമ്പൂർണ്ണ കഥാസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് നമ്മൾക്ക് പഠിക്കുവാനുള്ള ജോസഫ്. കുട്ടികളെ, കഥയുടെ പ്രവേശകം ഒന്ന് ശ്രദ്ധിക്കൂ. മണ്ണില്ലെങ്കിൽ എവിടെ വിതയ്ക്കും? വിതയില്ലെങ്കിൽ എങ്ങനെ കൊയ്യും? കൊയ്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ണും? കൃഷിയെയും നമ്മുടെ നിലനിൽപ്പിനെയും സംബന്ധിക്കുന്ന ചോദ്യങ്ങളാണ് പ്രവേശകം മുന്നോട്ട് വയ്ക്കുന്നത്. ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഒന്നാണ് ഭക്ഷണം. ഭക്ഷണം തയ്യാറാക്കാനുള്ള വിഭവങ്ങൾ കൃഷി ചെയ്താലേ ലഭിക്കൂ. പക്ഷേ കൃഷി ചെയ്യാൻ മണ്ണില്ലെങ്കിലോ? നമ്മുടെ നിലനിൽപ്പ് തന്നെ കഷ്ടത്തിലാകും. മണ്ണില്ലെങ്കിൽ കൃഷി സാധ്യമല്ല. മണ്ണാണ് ഈ ഭൂമിയിലെ ഓരോ ജീവന്റെയും അടിസ്ഥാനം. മണ്ണിനെയും പ്രകൃതിയെയും ആശ്രയിച്ചാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന യാഥാർത്ഥ്യമാണ് പ്രവേശക വാചകങ്ങളിൽ വ്യക്തമാകുന്നത്. കുട്ടികളെ, യന്ത്രയുഗത്തിന് മുമ്പുള്ള കാർഷിക സംസ്കാരവും ജീവിതവും യന്ത്രവൽക്കരണത്തിന് ശേഷം കാർഷിക സംസ്കാരത്തിലും ജീവിതത്തിലും ഉണ്ടായ മാറ്റങ്ങളും ചില ഓർമ്മിപ്പിക്കലുകളുമൊക്കെ നൽകുന്ന കഥയാണ് ജോസഫ്. യന്ത്രവൽക്കരണത്തിന് മുമ്പ് നിലമുഴുതിരുന്നത് കലപ്പ ഉപയോഗിച്ചായിരുന്നു. നിങ്ങൾ അവ കണ്ടിരിക്കുക മ്യൂസിയത്തിലായിരിക്കും. കാളകളുടെ കഴുത്തിൽ കലപ്പയുടെ മുഖം ഘടിപ്പിക്കും. എന്നിട്ട് കലപ്പയിലെ ഒരു ചെറിയ ഭാഗത്ത് കയറി നിന്ന് കാളയെ തളിച്ചാണ് നിലം ഉഴൽ. ജോസഫ് എന്ന കഥയിൽ അന്നാട്ടിൽ വയലൊരുക്കാനും വിതയ്ക്കാനും കൊയ്യാനുമെല്ലാം വൈദഗ്ധ്യമുള്ള ഒരു കൃഷിക്കാരനായിരുന്നു ജോസഫ്. വർഷങ്ങൾക്കു ശേഷം നാട്ടിലെത്തിയ കഥാനായകൻ ജോസഫിനെ അന്വേഷിക്കുന്നതാണ് കഥാസന്ദർഭം. കഥാകൃത്ത് തന്നെ കഥ പറയുന്ന രീതിയിലാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. കുട്ടികളെ, വരൂ, നമ്മൾക്ക് കഥ വായിക്കാം. ജോസഫ്: വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലെത്തിയത്. വെറുതെ ഒരു സന്ദർശനം. വരവിന്റെ പ്രഥമ ശുശ്രൂഷകൾ കഴിഞ്ഞപ്പോൾ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങി. അന്നേരം എൻ്റെ മനസ്സിൽ നിറഞ്ഞു തെളിഞ്ഞത് ജോസഫിന്റെ രൂപമാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് കഥാനായകൻ നാട്ടിലെത്തിയിരിക്കുന്നത്. വരവിന് പ്രത്യേകിച്ച് ഉദ്ദേശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വരവിന്റെ പ്രഥമ ശുശ്രൂഷകൾ കഴിഞ്ഞപ്പോൾ നാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ ഇറങ്ങി എന്ന് പറയുന്നു. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? ആദ്യമായി നമ്മൾ കൊടുക്കുന്ന ശുശ്രൂഷയാണ്, അല്ലേ? അതുപോലെ വരവിന്റെ ആദ്യപടിയായി കാണേണ്ടവരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നാട് ചുറ്റാൻ ഇറങ്ങി. അന്നേരമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ജോസഫ് എന്ന മനുഷ്യനെ പറ്റിയുള്ള ചിന്തകൾ കടന്നു വരുന്നത്. പണ്ട് കുടുംബത്തിൽ പാടവും പറമ്പും ധാരാളം ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളുടെ പ്രധാന കൃഷിക്കാരനായിരുന്നു ജോസഫ്. നിലം ഉഴുക അയാളല്ല, അതൊക്കെ കീഴ്ത്തൊഴിലാളികളുടെ കർമ്മം. ഉഴവ് കഴിഞ്ഞ് പാടം മരമടിക്ക് പാകമായാൽ ഒരു ചെറുബാല്യക്കാരൻ ജോസഫിന്റെ കൂരയിലേക്ക് ഓടും. കുട്ടികളെ, ചെറുബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരനായ ഒരു സേവകൻ എന്നാണ് അർത്ഥം. ആ അറിയിപ്പ് എത്തിയാൽ തലയിലൊരു ചുട്ടിത്തോർത്തു കെട്ടി രണ്ടു കൈയും ആഞ്ഞു വീശി അയാളൊരു വരവുണ്ട്. പാടവരമ്പത്ത് നിൽക്കുന്ന അച്ഛനെ ഒന്ന് വണങ്ങിയിട്ട് പാടത്തിറങ്ങി ഒരുക്കി നിർത്തിയിരിക്കുന്ന മരത്തിൽ വലങ്കാൽ വെച്ച് കയറി കാളകളുടെ കടിഞ്ഞാണൊന്ന് വെട്ടിവലിച്ചിട്ട് ഒരൊറ്റ ആക്രോശം. ഉരുക്കൾ പറന്നു തുടങ്ങും. ഇടംവലം ചാട്ടപായിച്ചും കടിഞ്ഞാൺ ഇളക്കിയും ഉദ്ധതനായ തേരാളിയുടെ ചേലിൽ
ജോസഫ് അങ്ങനെ വട്ടമിട്ട് പറക്കും. അക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. ചെളിപ്പാടത്ത് പാഞ്ഞു പോകുന്ന മരത്തിലിരിക്കുക എനിക്കൊരു ഹരമായിരുന്നു. അതിന് ഇടയ്ക്കിടെ അവസരം തന്നിരുന്നത് കൊണ്ടാണ് ഞാൻ ജോസഫിനെ ഗാഢമായി സ്നേഹിച്ചിരുന്നത്. അയാൾ എന്തു കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് അച്ഛന് കൊണ്ടുവരുന്ന പ്രാതലിന്റെ ഓഹരി ജോസഫിന് അവകാശപ്പെട്ടതായിരുന്നു. ജോസഫിന് മാത്രം. മരമടി കഴിഞ്ഞാൽ ജോസഫ് കടിഞ്ഞാണെറിഞ്ഞിട്ട് നിലത്തിറങ്ങി ഊക്കായിട്ടൊന്ന് മുക്രയിട്ട് കരയിലേക്ക് പോരും. മരം നുകത്തിൽ നിന്ന് അഴിക്കുന്നതും കാളയുടെ കഴുത്തിൽ നിന്ന് നുകം മാറ്റുന്നതും സിൽബന്ധികളുടെ പണിയാണ്. വിശാലമായ മണക്കണ്ടത്തിൽ, പന്തിരുന്നാഴിയിൽ, വേലപ്പറമ്പിൽ ജോസഫ് അങ്ങനെ പറന്നു പാഞ്ഞത് എൻ്റെ കൺമുമ്പിൽ ഇപ്പോഴുമുണ്ട്. ജോസഫിന്റെ കാലൂന്നുന്ന വയൽ താനേ പൊലിക്കുമെന്ന് നാട്ടിലൊരു ചൊല്ലുണ്ടായിരുന്നു. കുട്ടികളെ, ആ നാട്ടിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. ജോസഫിന്റെ വീടു തേടി ഞാൻ ചെന്നു. പഴയ ഓലപ്പുരയുടെ സ്ഥാനത്ത് ഓടിട്ട് വെള്ള പൂശിയ വീട്. പുറത്ത് ആരെയും കണ്ടില്ല. ഞാൻ ഒച്ചയിട്ടു, ആരുമില്ലേ ഇവിടെ? 14 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി പുറത്തു വന്നു. ജോസഫില്ലേ ഇവിടെ? എവിടെയെങ്കിലും കാണും, ചെന്ന് നോക്ക്, അവൾ എൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. കുട്ടി ജോസഫിൻ്റെ. അവൾ അത് കേൾക്കാത്ത മട്ടിൽ കയറിപ്പോയി. ഞാൻ നടന്നു തെളിനീരൊഴുകുന്ന തോട്ടുവക്കിലൂടെ. ഒരു കാലത്ത് ഞങ്ങളുടേതായിരുന്ന പാടങ്ങൾ ഇപ്പോൾ അവയുടെ ഉടമസ്ഥർ ആരെന്നു പോലും നിശ്ചയമില്ല. കഥാനായകൻ വളരെ കാലത്തിന് ശേഷമാണ് നാട്ടിലെത്തിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം, ഒരു കാലത്ത് തങ്ങളുടേതായിരുന്ന പാടങ്ങൾ ഇപ്പോൾ അവയുടെ ഉടമസ്ഥർ ആരെന്ന് പോലും നിശ്ചയമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അത് കേരളത്തിൽ നടന്ന കൃഷിഭൂമി കർഷകന് എന്ന നയം കൊണ്ടുവന്ന ഭൂപരിഷ്കരണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ആ നിയമത്തോടുകൂടി ഒരു വിഭാഗം ആളുകളിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്ന കൃഷിഭൂമി കൃഷിക്കാരന് കൂടി സ്വന്തമാകുകയായിരുന്നു. കാലാന്തരത്തിൽ കൃഷി രീതികളിലും സംസ്കാരത്തിലും തന്നെ മാറ്റം വന്നിരിക്കുന്നതായി അടുത്ത വരികളിൽ കാണാം. മണക്കണ്ടം ഒന്നാന്തരമൊരു റബ്ബർ തോട്ടമായിരിക്കുന്നു. പന്തിരുന്നാഴി വാഴത്തോപ്പാണ്. വേലപ്പറമ്പിൽ സങ്കരയിനം തെങ്ങുകൾ നിറയെ കായ്ച്ചു മതിച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തെ വയലൊരു അക്കേഷ്യാവനം. ഒരു നുണുങ്ങു നെൽപ്പാടം ഒരിടത്തും കണ്ടില്ല. 2 ആൾ പൊക്കം വളർന്ന മരച്ചീനി, കുണുങ്ങിയുലയുന്ന കാറ്റാടി മരങ്ങൾ. കുട്ടികളെ, പണ്ട് ഭക്ഷ്യവിളയായ നെല്ലും മറ്റും കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നാണ്യവിളകളാണ് ഇന്ന് കൃഷി ചെയ്തിരിക്കുന്നത്. കാർഷിക സംസ്കാരം കച്ചവട സംസ്കാരമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈശ്വരാ, ഇപ്പോഴീ നാട്ടിൽ പുത്തരിയൂണ് ഉണ്ടാവില്ലേ? എതിരെ വന്ന വൃദ്ധനോട് ഞാൻ ചോദിച്ചു. ജോസഫിനെ അറിയുമോ? പഴയൊരു കൃഷിക്കാരൻ. നിങ്ങൾ ആരാ? ഞാൻ എൻ്റെ പേരും കുടുംബപ്പേരും പറഞ്ഞു. വിളഞ്ഞു കിടക്കുന്ന റബ്ബറും വാഴയും തെങ്ങുമെല്ലാം കണ്ടപ്പോൾ കഥാനായകന്റെ മനസ്സിൽ തോന്നിയ ഒരു ചോദ്യമാണ് ഈ നാട്ടിൽ പുത്തരിയൂണുണ്ടാവില്ലേ എന്നുള്ളത്. പുത്തരി ഉണ്ണുക എന്നുള്ളത് നമ്മളുടെ നാട്ടിലെ ഒരു സംസ്കാരമാണ്. കൊയ്ത്തുത്സവം കഴിഞ്ഞാൽ കിട്ടുന്ന നെല്ലിനെ പുത്തരിയായി ഉണ്ണുമായിരുന്നു. അതൊരു ചടങ്ങായിരുന്നു. വളരെ കാലത്തിന് ശേഷം നാട്ടിലെത്തിയത് കൊണ്ട് തന്നെ തൻ്റെ പേരും കുടുംബപ്പേരും പറഞ്ഞുകൊണ്ടാണ് എതിരെ വന്ന വൃദ്ധനോട് തന്നെ കഥാനായകൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോഴാണ് ജോസഫിനെ ആ വൃദ്ധന് ഓർക്കാൻ കഴിയുന്നത്. ഓ, നിങ്ങളുടെ പഴയ കൃഷിക്കാരൻ. ആ, തോട്ടുവരമ്പിൽ എവിടെയെങ്കിലും കാണും. പുള്ളിക്കിപ്പോ നല്ല സുഖമില്ല, പ്രായമായില്ലേ? വൃദ്ധൻ നടന്നു. ഞാൻ പിന്നെയും ചിലരോട് തിരക്കി. അവർ വല്ലാതൊന്ന് ചിരിച്ച് ഒരേ ഉത്തരം പറഞ്ഞു, ഇവിടെങ്ങാണ്ട് കാണും. ഞാൻ വീണ്ടും ചുറ്റിത്തിരിഞ്ഞു. ജോസഫിനെ അന്വേഷിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ചിരിയാണ് വരുന്നുണ്ടായിരുന്നത്. എന്തായിരിക്കും അതിൻ്റെ കാരണം? എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കഥാനായകൻ ജോസഫിനെ കാണുവാനായി ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ ആഫ്രിക്കൻ പായൽ തഴച്ച കുളത്തിന്റെ വരമ്പിൽ കൂനിക്കൂടിയിരിക്കുന്ന ഒരു രൂപം കണ്ട് അടുത്തു ചെന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് ജോസഫ് തന്നെ എന്ന് വ്യക്തമായി. ഞാൻ സ്നേഹപൂർവ്വം വിളിച്ചു, ജോസഫേ. അയാൾ തലയുയർത്തി വളരെ ക്ലേശിച്ച് എണീറ്റ് അടുത്തു വന്നു. എന്നെ ആപാത ചൂടമൊന്ന് നോക്കിയിട്ട് ഒറ്റ ചോദ്യം,
എനിക്കിത്തിരി നിലം തരുമോ ഈ വിത്ത് വിതയ്ക്കാൻ? ജോസഫിനെ കാണുമ്പോൾ ജോസഫ് ആഫ്രിക്കൻ പായൽ തഴച്ച ഒരു കുളത്തിന്റെ വരമ്പിൽ കൂനിക്കൂടിയിരിക്കുകയായിരുന്നു. കഥാനായകനെ കണ്ടപ്പോൾ വളരെ ക്ലേശിച്ചാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് എണീറ്റ് അടുത്തു വന്ന് ആപാദചൂടം നോക്കുന്നത്. ആപാദചൂടം എന്ന് വെച്ചാൽ കാൽ മുതൽ തല വരെ അദ്ദേഹം ശ്രദ്ധയോടെ നോക്കി. ഉടൻ തന്നെ ഒരു ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്, എനിക്കിത്തിരി നിലം തരുമോ ഈ വിത്ത് വിതയ്ക്കാൻ എന്ന്. അയാൾ കക്ഷത്ത് ഭദ്രമായി ഇറുക്കി പിടിച്ചിരിക്കുന്ന മുഷിഞ്ഞ തുണിക്കെട്ട് പൊക്കിക്കാട്ടി. ഞാൻ അമ്പരന്ന് നിൽക്കെ അയാൾ തുടർന്നു, ഇത് വിതയ്ക്കാനുള്ള മണ്ണ്, ഇരുന്നാഴി പൊന്നാര്യൻ, തരുമോ നിങ്ങൾ മണ്ണ്? ഞാൻ കുറെ കാലമായിട്ട് ഇതും കിഴികെട്ടിക്കൊണ്ട് നടക്കുക, തരുമോ? അയാൾ പൊട്ടിക്കരഞ്ഞു. റബ്ബർ കാടുകളിൽ, കാറ്റാടി മരങ്ങളിൽ, വാഴത്തോപ്പുകളിൽ കാറ്റ് ചൂളമടിച്ചു. ഉപജീവന മാർഗം എന്നതിനപ്പുറം കൃഷി ഒരു സംസ്കാരമായി കൂടെ കൊണ്ടു നടന്ന വ്യക്തിയാണ് ജോസഫ്. അയാൾക്ക് കൃഷി തന്നെയായിരുന്നു ജീവിതം. കാലക്രമത്തിൽ സമൂഹത്തിലും കാർഷിക രംഗത്തും വന്നിട്ടുള്ള മാറ്റങ്ങൾ ജോസഫിനെ പോലെയുള്ള കർഷകർക്ക് ഉൾക്കൊള്ളുവാൻ പ്രയാസമായിരിക്കും. ജോസഫിന്റെ നാട്ടിൽ നാണ്യവിളകളാണ് എല്ലാവരും കൃഷി ചെയ്യുന്നത്. ജോസഫിന്റെ തലമുറ കൃഷി ചെയ്തിരുന്നത് അന്നത്തിനു വേണ്ടിയായിരുന്നു, ആഹാരത്തിനു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു. എന്നാൽ പുതുതലമുറ കൃഷി ചെയ്യുന്നത് പണത്തിനും ലാഭത്തിനും വേണ്ടി മാത്രമാണ്. കഥാനായകൻ ജോസഫിനെ അന്വേഷിക്കുമ്പോൾ ഒരു വല്ലാത്ത ചിരിയോടുകൂടിയാണ് അവിടെങ്ങാനും ഉണ്ടാകുമെന്ന് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ജോസഫ് ഒരു വിഡ്ഢിയും ഭ്രാന്തനുമൊക്കെയാണ്. വാർദ്ധക്യത്തിലെത്തിയിട്ടും കൃഷിയോടുള്ള സ്നേഹവും അഭിവാഞ്ചയും ജോസഫിന്റെ വാക്കുകളിൽ നമ്മൾക്ക് കാണാം. കാർഷിക വൃത്തി ജീവിതവ്രതമാക്കിയ ഒരു വ്യക്തിയുടെ രോദനമാണ് ജോസഫിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. അന്നവിചാരം മുന്നവിചാരം എന്ന ചിന്തയിൽ പണിയെടുത്തിരുന്നവരാണ് ജോസഫിനെ പോലെയുള്ള കർഷകർ. കാലക്രമത്തിൽ വന്ന ഇത്തരം മാറ്റങ്ങളിൽ തകർന്നുപോയ ഒരുപാട് കർഷകരുടെ പ്രതിനിധിയാകുന്നു ജോസഫ്. കുട്ടികളെ, നമ്മൾ കൃഷി എന്നൊരു കവിത പഠിച്ചിരുന്നല്ലോ. ആ കവിതയിലെ വൃദ്ധനും ഈ കഥയിലെ ജോസഫിനും സമാനതകൾ കാണാം. പുതുതലമുറയിൽപ്പെട്ട നിങ്ങൾ തീർച്ചയായും ആ പഴയ കാർഷിക സംസ്കാരത്തെ ഉൾക്കൊള്ളണം. കുട്ടികളെ, ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുമല്ലോ. അതോടൊപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.